ഹായ് ഓൾ, എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് നോക്കാനായിട്ടുള്ളൂ. 11ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഓക്കെ, അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൽ പോയി വന്ന ആകാശ കാഴ്ചകളെ കുറിച്ചൊക്കെ ആദ്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് പോയിന്റിലോട്ട് വരാം. ഇനി സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ് എന്ന് ഓർത്തിരിക്കുക. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. അപ്പോൾ സൂര്യൻ ഏറ്റവും വലുതാണ് എന്നൊന്നും വിചാരിക്കരുത്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് ഓർത്തിരിക്കുക. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ് എന്നും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? അപ്പോൾ ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. വലിയ അളവിലാണ്, ചെറിയ അളവിലല്ല. നക്ഷത്രങ്ങൾ എന്താണ്? വലിയ അളവിൽ താപവും അതുപോലെ പ്രകാശവും പുറത്തുവിടുന്നു. അപ്പോൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ഗാലക്സികൾ. അപ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ഗാലക്സികൾ. ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. അതായത് നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ രേഖ, നേർരേഖയ്ക്ക് നിരന്തരം ദിശാവ്യതിയാനം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദിശാവ്യതിയാനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് മിന്നുന്നതായി തോന്നുന്നു. ഓക്കെ, ഇനി കണ്ടോ, ചിത്രത്തിൽ സൂര്യനുണ്ട്. സൂര്യനെ കൂടാതെ കുറേ ആകാശഗോളങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നാം അധിവസിക്കുന്ന ആകാശഗോളം ഏതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഭൂമിയിലാണ്, അല്ലേ? ഭൂമിയിലാണ്. ഭൂമി ഒരു ഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗ്രഹങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് കണ്ടന്റിലേക്ക് വരാം. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അപ്പോൾ എന്താണ് ഗ്രഹങ്ങൾ? അവ സ്വയം കറങ്ങുന്നു, അതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അത് നോട്ട് ചെയ്യണം. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഗ്രഹങ്ങൾക്ക് എന്താണ്? ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയാത്തവയാണ് ഗ്രഹങ്ങൾ എന്ന് ഓർത്തിരിക്കുക. സൂര്യനിൽ നിന്നാണ് നമ്മുടെ ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ പ്രധാനമായും 8 ഗ്രഹങ്ങളാണുള്ളത്. അതറിയാലോ. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമുകൾക്കും ഇതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വെച്ചാൽ ഈ ഒരു ടേബിളിൽ നിന്നല്ല, ഈ ഒരു ഈ ഒരു ആശയത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എക്സാമിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ബുധൻ്റെ സവിശേഷതകൾ ഓർത്തിരിക്കണം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ, അല്ലെ? നമ്മൾ പറയുമ്പോഴും ആദ്യം ബുധനാ പറയുന്നത്. അപ്പോൾ സൂര്യനോട് കണ്ടോ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആൾ ആരാണ്? ബുധനാണ്. ഇനി അടുത്ത ആൾ ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആളാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ശുക്രനാണ്. ഇനി അടുത്തത് നമ്മുടെ ഗ്രഹമാണ്. 3ാമത്തെ ആള് ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. അത് നമുക്ക് കിട്ടുമല്ലോ. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇനി ചൊവ്വ. കണ്ടോ, ചൊവ്വ ചുവന്ന നിറമാണ്. അതുകൊണ്ട് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ചൊവ്വയാണ്. രണ്ടിലും ചായ ഉണ്ട്. ചുവപ്പിലും ചായ ഉണ്ട്, ചൊവ്വയിലും ചായ ഉണ്ട്. അപ്പോൾ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ചൊവ്വയാണ്.
അടുത്ത ചൊവ്വ കഴിഞ്ഞാൽ വ്യാഴം. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. അടുത്ത് ശനി. ശനി എന്താണ്? വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. അപ്പൊ വ്യാഴം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ശനിയാണ് എന്ന് ഓർത്തിരിക്കുക. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് ശനിക്കുള്ളത്. 3ാമത്തെ ആൾ യുറാനസ്. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ്. അപ്പോൾ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ആരാണെന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ലാസ്റ്റത്തെ ആള് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഏറ്റവും അവസാനമല്ലേ നെപ്റ്റ്യൂണിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ആള് നെപ്റ്റ്യൂണും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആള് ആദ്യം പറയുന്ന ബുധനാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. അതുപോലെ വലിപ്പം കൂടുതൽ വ്യാഴം, 2ാം സ്ഥാനം ശനി, ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയാണ്, ചുവന്ന ഗ്രഹം ചൊവ്വ, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഇത്രയും ഓർത്തിരിക്കണേ. ഇനി ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വെക്കുന്നത്? നോക്കിക്കേ, ഗ്രഹങ്ങൾ മാത്രമാണോ? അല്ല അല്ലേ. അതിനിടയിൽ കുറേ ക്ഷുദ്രഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വാൽനക്ഷത്രം വരുന്നു. അതിനിടയ്ക്ക് ഒത്തിരി ആളുകളെ കുള്ളൻ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അപ്പോൾ സൗരയൂഥത്തിൽ ആരൊക്കെയുണ്ടെന്നാ പറയുന്നത്? സൂര്യനുണ്ട്. സൗരയൂഥത്തില് ആരൊക്കെയുണ്ട്? സൂര്യനുണ്ട്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ട്. അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്. കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ ഇവയൊക്കെ കൂടി ചേർന്നതാണ് സൗരയൂഥം എന്ന് അറിയപ്പെടുന്നത്. ഇനി സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരാണ്? സൂര്യനാണ്. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് ലോകത്തോട് പറഞ്ഞ വ്യക്തി ആരാണ് എന്ന് ചോദിക്കാം. അത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ആരാണ് പറഞ്ഞത്? നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞതാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഇദ്ദേഹം പോളണ്ടുകാരനാണ്. അതും ഓർത്തിരിക്കാം, പോളണ്ടുകാരനാണ്. അപ്പൊ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത്. അദ്ദേഹം പോളണ്ടുകാരനാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ വിളിക്കുന്ന പേരാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, അല്ലെ മിൽക്കി വേ എന്ന് ഇംഗ്ലീഷിൽ പറയാം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ വിളിക്കുന്ന പേരാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതില് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. അപ്പോൾ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് വാൽനക്ഷത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. അപ്പോൾ വാൽനക്ഷത്രങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് ഓർത്തിരിക്കുക. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നതാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ്? പാറയുണ്ട്, പൊടിയുണ്ട്, ഹിമം, മഞ്ഞല്ലേ. പാറ, പൊടി, ഹിമം ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ ഉണ്ടാകുന്നത്. ഇവ സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ എന്ത് ചെയ്യും? സൂര്യപ്രകാശമേറ്റ് തിളങ്ങും. അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പൊ അത് ഓർത്തിരിക്കുക. ക്ഷുദ്രഗ്രഹങ്ങൾ ആർക്കൊക്കെ ഇടയിലാണ്? ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കണം. അവിടെ മാറ്റിത്തരാം. ഇപ്പൊ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ആസ്റ്ററോയിഡ്. ഇനി എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് നോക്കാം. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളേക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഇപ്പൊ കുള്ളൻ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു. ഇവയ്ക്ക് ഗ്രഹങ്ങളെക്കാൾ വലിപ്പം കുറവാണ്. അതുപോലെ ഇവയുടെ ആകൃതി ഗോളാകൃതിയാണ്. കണ്ടോ, ഗോളാകൃതിയാണ് എന്ന് ഓർത്തിരിക്കണം. ഇനി എന്താണ് ഉൽക്കകൾ എന്ന് നമുക്ക് നോക്കാം. ഉൽക്കകൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ, അല്ലെ. ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കണ്ടോ അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നറിയപ്പെടാറുണ്ട്.
അപ്പോൾ കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നത് ഉൽക്കകളാണ് എന്ന് ഓർത്തിരിക്കണം. കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നത് ഉൽക്കകളാണ്. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഇപ്പോൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും അവയെ വലം വെക്കുന്നവയെ വിളിക്കുന്ന പേരാണ് ഉപഗ്രഹങ്ങൾ. ഇപ്പോൾ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലയം വെക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ, അതാണ് നമ്മുടെ ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഇനി എന്താണ് ഒരു നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം അഥവാ സിഡറൽ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നക്ഷത്രമാസം എത്ര ദിവസമാണ്? 27.3 എന്ന് ഓർത്തിരിക്കുക അല്ലേ. നമ്മുടെ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 അത് ഇതിനെയാണ് നമ്മൾ 27/3 എന്നൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ ടെക്സ്റ്റിൽ പോയിന്റ് ഇട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക 27.3 ഒരു നക്ഷത്രമാസം. ഇനി സൗരയൂഥത്തിന്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയൊക്കെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. അപ്പോൾ എന്താണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത് ഏതാകൃതിയിലാണ്? ദീർഘവൃത്താകൃതിയിലാണ്. ഏതാകൃതിയിലാണ് വലം വെക്കുന്നത്? ദീർഘവൃത്താകൃതിയിലാണ് ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ആകർഷണ ബലം നിമിത്തമാണ് ഗ്രഹങ്ങൾ നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ വലം വെക്കുന്നത്. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ഭൂമിയെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെപ്പറ്റി പറഞ്ഞതാണേ. ഈ കോട്ട് തന്നിട്ട് ആര് പറഞ്ഞതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ് അല്ലെ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാനും കഴിഞ്ഞു എന്ന് പറഞ്ഞത് സുനിത വില്യംസ് ആണ്. ഇനി എന്താണ് ബഹിരാകാശം എന്ന് നോക്കാം. ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. നമ്മുടെ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്യോതിർഗോളം ആയിക്കോട്ടെ, അതിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയെ ബഹിരാകാശം എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണങ്ങൾക്കായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. ഇനി സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. അത് നമ്മൾ പറഞ്ഞു. ഭൂമിക്ക് സവിശേഷമായ ഗോളാകൃതിയാണുള്ളത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്. ഇനി ഭൂമിയുടെ ആകൃതിയുടെ പ്രത്യേകത ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ധ്രുവങ്ങൾ അല്പം പരന്നതും. ഇപ്പൊ ധ്രുവങ്ങൾ എന്താണ്? അല്പം പരന്നതാണ്. കണ്ടോ, ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതും. കണ്ടോ, ഇവിടെ വീർത്തിരിക്കുന്നുണ്ടോ? ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത്. ഈ ആകൃതിയെ വിളിക്കുന്ന പേരാണ് ജിയോയിഡ്. ജിയോയിഡ്. അപ്പോൾ ഈ ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എങ്ങനെയാണ്? ധ്രുവങ്ങൾ എങ്ങനെയാണ്? അല്പം പരന്നിട്ടാണ്. അതുപോലെ ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതുമാണ്. ഇത്തരം ആകൃതിയെ പറയുന്ന പേരാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. ഇനി ആ ബോക്സിൽ തന്നേക്കുന്നത് നോക്കാം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആരാണ് നമ്മുടെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അതുപോലെ അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്നും വിശ്വസിച്ചിരുന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാൽ ആര്യഭടനാണ്. ഗ്രീക്ക് ഗ്രീക്കുകാരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്?
ഭാരതീയനായ ആര്യഭടൻ, അതുപോലെ ഗ്രീക്കുകാരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച കപ്പൽ യാത്ര നടത്തിയ നാവികൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മെഗല്ലനാണ്. ഇത് ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. അപ്പൊ അവിടത്തെ ക്വസ്റ്റ്യൻ ആണ്, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്ത് എന്ന് ചോദിച്ചാൽ നീല നിറമാണ്. കാരണം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമാണ്. അപ്പോൾ നമുക്ക് ആ ജലം കാണുന്നത് കൊണ്ടാണ് ഭൂമിയെ ആ നീല നിറത്തിൽ കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പിനെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷം. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് അത് അന്തരീക്ഷമാണെന്ന് ഓർത്തിരിക്കുക. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇനി ഭൂമിയുടെ ചലനങ്ങളെ പറ്റി ജസ്റ്റ് നമുക്ക് നോക്കാം. അച്ഛാ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വീഡിയോ കോൺഫറൻസ് ആണ്. അപ്പോൾ മോൻ പറയാണ്, അപ്പോൾ അച്ഛന് പാരൻസ് അവിടെ നിന്ന് പറയാണ്, മോന് സുഖമല്ലേ, ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ. മോനിവിടെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവുകയാണ്. പക്ഷെ അച്ഛനും അമ്മയും അവിടെ രാവിലെ ഉണർന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായി വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിടത്ത് രാത്രിയും ഒരിടത്ത് പകലും അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഒരു പ്രദേശത്ത് പകലും ഒരു പ്രദേശത്ത് രാത്രി എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭൂമിക്ക് ഗോളാകൃതിയാണ്. ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു പകുതിയിൽ മാത്രമേ സൂര്യപ്രകാശം ഏൽക്കുന്നുള്ളൂ. എങ്കിൽ അവിടെ പകലായിരിക്കും. സൂര്യപ്രകാശം ഏൽക്കാത്ത ഭാഗത്ത് രാത്രിയുമായിരിക്കും. അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെയാണ്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടും. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയുമായിരിക്കും. അപ്പൊ ഇത്തരത്തില് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. അപ്പോ ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമി എന്താണ്? സ്വയം കറങ്ങുകയാണ് അല്ലെ. ഇങ്ങനെ കറങ്ങി കറങ്ങി ഇരിക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ പകലാണ്, കണ്ടോ. ഇതിനി കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗം ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ രാത്രിയായിട്ട് മാറും. അങ്ങനെയാണ്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് എന്താണ് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത്. ഇനി എന്താണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ? ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. അപ്പോൾ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഭ്രമണം എങ്ങോട്ടാണ് എന്ന് ഓർത്തിരിക്കുക. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്? കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യം വരുന്ന സൂര്യപ്രകാശം ഏൽക്കുന്നത് കിഴക്കു ഭാഗത്താണ്. അതുകൊണ്ട് സൂര്യൻ എന്ത് ചെയ്യും? കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു റൊട്ടേഷൻ ആണ് കേട്ടോ. ഇനി ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ 24 മണിക്കൂർ എന്ന് പറയും. പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കുക, 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പൂർണ്ണമായിട്ടും ഒരു ദിവസമല്ല കൊടുത്തേക്കുന്നത്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇത് പുതിയ ടെക്സ്റ്റിലെ ഫാക്റ്റാണ്. എങ്ങനെയാണ്? 23 മണിക്കൂർ എത്ര മിനിറ്റാണ്? 56 മിനിറ്റ്. എത്ര സെക്കൻഡാണ് വേണ്ടി വരുന്നത്? 4 സെക്കൻഡ്. ഓക്കെ, ഒരിക്കൽ കൂടെ എങ്ങനെയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് അതുപോലെ 4 സെക്കൻഡ്. ഓക്കെ.
അപ്പോൾ ഇതിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയുമുണ്ട്. ഇതിനെയാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷനും റെവല്യൂഷനും മാറരുത്, ഭ്രമണവും പരിക്രമണവും. ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണം, എന്നാൽ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നതിനെ പരിക്രമണം എന്നാണ് പറയുന്നത്. ഓർത്തിരിക്കുക, ഭ്രമണം എന്താണ്? ഭൂമി സ്വയം കറങ്ങുന്നത് ഭ്രമണം, അതുകൊണ്ടാണ് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നതാണ് പരിക്രമണം. അപ്പോൾ ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. 365 അല്ലെ, 365 4/1, അതാണ് 365 ദിവസം. ഇതിനെയാണ് നമ്മൾ ഒരു വർഷമായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ഭ്രമണത്തിന് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണെങ്കിൽ ഒരു പരിക്രമണത്തിന് 365 ദിവസം വേണ്ടി വരുന്നു. ഈ 365 ദിവസത്തെ നമ്മൾ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത സീസൺസ്, ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഭ്രമണം, പരിക്രമണം. ഭ്രമണത്തിനെടുക്കുന്ന സമയം, പരിക്രമണത്തിനെടുക്കുന്ന സമയം. ഭ്രമണം മൂലം എന്തുണ്ടാകുന്നു, പരിക്രമണം മൂലം എന്തുണ്ടാകുന്നു? ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. പരിക്രമണം ഭൂമി സൂര്യനെ വലം വെക്കുന്നതാണ് പരിക്രമണം. ഭ്രമണത്തിനെടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പരിക്രമണത്തിനെടുക്കുന്ന സമയം 365 ദിവസം, അതായത് ഒരു വർഷം. ഇനി ഭ്രമണം നിമിത്തം ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നു, എന്നാൽ പരിക്രമണം നിമിത്തം ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ അഥവാ സീസൺസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഋതുക്കളാണ് വരുന്നത്. അപ്പോൾ ഋതുക്കളുമായി ബന്ധപ്പെട്ടത് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഫാക്ട്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം ഷോർട്ട് നോട്ടായിട്ട് വാരി വലിച്ചൊന്നും എഴുതണ്ട, ബുള്ളറ്റിനിട്ട് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അത് മറക്കാതെ കാണണം. ഇത് കണ്ടിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകരുത്. അടുത്ത പാർട്ട് പുറകെ വരുന്നുണ്ട് ഈ ചാപ്റ്ററിൻ്റെ തന്നെ, അപ്പോൾ അത് കാണണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.